ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം മഴയോടുകൂടെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. വൈകുന്നേരം ഇപ്പോൾ ഒരു 3 മണി 3:30 ഒരു ടൈമാണ് കേട്ടോ. നല്ല മഴയാണ്. ഇവിടെ ഇപ്പോൾ തുടങ്ങിയൊന്നുമല്ല, രാവിലെ തുടങ്ങിയ മഴ തന്നെയാണ് കേട്ടോ. ഒന്നും മഴ നിന്നിട്ട് തന്നെ ഇല്ല. അതിന് വേണ്ടിയിട്ട് മിനിഞ്ഞാന്ന് മഴയേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫുള്ള് വെയിലായിരുന്നു. തുണികളൊക്കെ നല്ലോണം ഉണങ്ങി കിട്ടി. ഇന്ന് അതിനും വേണ്ടിയിട്ട് ഭയങ്കര മഴ തന്നെയാണ് കേട്ടോ. അപ്പം അത് ആദ്യം തന്നെ ഒന്ന് അടിച്ചു വാരുകയാണ് കേട്ടോ. അടുക്കളയിൽ നിന്ന് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ലേ, രാവിലെ അടിച്ചു വാരിയതാണ്, പിന്നെ അടിച്ചു വാരിയിട്ടില്ല കേട്ടോ. അപ്പം നിറയെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിന്ന് തുടച്ചിട്ടില്ല രാവിലെ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നിലമൊക്കെ ആകെ ഒരു വൃത്തികേടായിട്ട് കിടക്കുന്നത് കേട്ടോ. തീരെ വയ്യാത്ത കാരണം കൊണ്ടാണെന്ന് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ പിന്നെ ചെയ്യണം തന്നെയാണ്. വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് തന്നെ തുടയ്ക്കലും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. ഇനി നാളെ തന്നെ തുടയ്ക്കുള്ളൂ. ഇന്ന് എന്തായാലും ഇപ്പം എനിക്ക് വയ്യ. പിന്നെ പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിവിടെ അകത്ത് തുടച്ച് കഴിഞ്ഞാണ്ടല്ലോ ഉണങ്ങില്ല, ഒരിക്കലും ഉണങ്ങുകയില്ല കേട്ടോ. ഇങ്ങനെ നനവ് ആയിക്കൊണ്ടിരിക്കും, ഈർപ്പം വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ തുടച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അത് വിചാരിച്ചിട്ട് പിന്നെ തുടയ്ക്കുന്നില്ല എന്ന് വെച്ചോട്ടോ ഞാൻ. അപ്പോൾ കണ്ടില്ലേ, നിറയെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പറയുക, ആ പട്ടികയുടെ മേലെ നിന്ന് വീണ ഒരു ജാതി പൊടി ഉണ്ടല്ലോ, അതും അല്ലാത്ത പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. നമ്മുടെ തുമ്പിക്കുട്ടിയാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ആ ഗ്യാപ്പിൽ നിന്ന് വല്ല പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അടുക്കളയ്ക്ക് പോകുന്നതാണ് കേട്ടോ ഞാൻ. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന അരിപ്പൊടി റെസിപ്പീസാണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോണത്. നമ്മുടെ കിച്ചുവിന് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇപ്പോൾ 2 നേരം ഇപ്പോൾ അവിടെ പലഹാരം ഉണ്ടാക്കലാണ് കേട്ടോ. രാവിലെ ഉണ്ടാക്കും, വൈകുന്നേരത്തും ഉണ്ടാക്കും. അപ്പോൾ കടയിൽ നിന്ന് ഇപ്പോൾ എപ്പോഴും ബേക്കറി ഐറ്റംസ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. അവൻ വന്നു കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ അവൻ ചോദിക്കുക. പക്ഷേ അതെപ്പോഴും ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇടയ്ക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. ഒട്ടും വാങ്ങി കൊടുക്കാതിരിക്കൊന്നുമില്ല, ഇടയ്ക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഇടയ്ക്ക് ഇങ്ങനത്തെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. എനിക്ക് ഉണ്ടാക്കാൻ വയ്ക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഇന്നാണെങ്കിൽ തീരെ വയ്യ കേട്ടോ. എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ യൂട്യൂബിൽ കുറേ നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി കണ്ടില്ലേ, അങ്ങനെ ഉറക്കം നീച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വന്നു കൂടുമ്പോൾ തന്നെ ബുക്കും പേനയൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു കരച്ചിലൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് അവൾ. അപ്പോൾ അരിപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ കുറച്ച് തേങ്ങയൊക്കെ ചിരകിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ഏലക്കായ, പിന്നെ മുട്ട, പഞ്ചസാര, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇടണം. അത് ഞാൻ യൂട്യൂബിൽ കണ്ടാണ്, അല്ലാതെ എൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞതൊന്നല്ല കേട്ടോ. യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്യാണ്. എന്തെങ്കിലും സിമ്പിൾ റെസിപ്പീസ് തരാൻ നോക്കിയപ്പോൾ ഇങ്ങനത്തെ ഒരു ഐറ്റം കിട്ടിയ എന്നാൽ പിന്നെ അതങ്ങനെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. കിച്ചുവിന് ഇങ്ങനത്തെ വറക്കണം പൊരിക്കണമായിട്ടുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ. അവനതൊക്കെ കഴിച്ചോളും. ആ ഒരു വിശ്വാസത്തിലാണ് പിന്നെ എല്ലാതും ഉണ്ടാക്കുന്നത്. അല്ലാത്ത ഐറ്റംസ് ഒന്നും ചിലപ്പോൾ കഴിക്കില്ല. അത് ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ടുള്ളത് നോക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മുട്ട പൊട്ടിച്ച് കൊടുത്തതിൻ്റെ ആ നനവിലൊന്ന് എന്താ പറയുക ഇളക്കിയാണ് കേട്ടോ, ഒന്ന് മിക്സ് ചെയ്താണ്. ഇതെന്താണെന്ന് വെച്ചാൽ പഞ്ചസാര വെള്ളമാണ് കേട്ടോ. പഞ്ചസാര അലിച്ച ആ വെള്ളമാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഏലക്കായ ഇടണുള്ളൂ. ഒരു ഏലക്കായ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കുരുവാണ് ഇട്ട് കൊടുക്കുന്നത്. തൊലി ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊലി കടിക്കുള്ളൂ. അത് ചിലപ്പോൾ കുട്ടികൾക്ക് തന്നെ കിട്ടുള്ളൂ. അവൻ തന്നെ എപ്പോഴും കിട്ടുള്ളൂ കേട്ടോ കിച്ചുവിന്. അപ്പോൾ അവൻ എപ്പോഴും പറയട്ടെ ഇത് എന്തിനാ ഇടുന്നത് ചോദിക്കട്ടെ എൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ തൊലി ഞാൻ ഇട്ടിട്ടില്ല, കുരു മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുറച്ച് ലൂസാക്കി എടുക്കണം കേട്ടോ. നല്ല ഓവറാവാനും പാടില്ല, നല്ല ടൈറ്റ് ആവാനും പാടില്ല. ഒരു മീഡിയം സൈസിൽ കുറച്ച് എന്താ പറയുക ലൂസാക്കിയിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിട്ട് വരും കേട്ടോ. മുട്ടയൊക്കെ പൊട്ടിച്ച് നല്ല ടേസ്റ്റ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ലെവലിൽ തന്നെ ആക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സ്പൂണിൽ ഇങ്ങനെ കോരിയിട്ട് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഷേപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്താ പറയുക, നമ്മൾ ലൂസായിട്ടുള്ള സംഭവമാണല്ലോ, അപ്പോൾ അത് കാരണം ഷേപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. പല ഷേപ്പൊക്കെ തന്നെ ആയിരിക്കും. ഒക്കെ ഒരുമിച്ച് മുട്ടി വരുന്നുണ്ട് കേട്ടോ, ഒട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് എന്താ പറയുക വെവ്വേറെ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ആദ്യത്തെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒരു 4 എണ്ണം ആക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒഴിക്കാൻ സ്ഥലമില്ല, അത്ര എണ്ണയല്ലേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി അതൊന്നും ഒരു ഭാഗമൊക്കെ ആയിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മൾ ഒഴിച്ചപ്പോൾ അത് നല്ല ഒട്ടിപ്പിടിച്ചിട്ടായിരുന്നു. ഇപ്പം നോക്കി നോക്ക്, വെന്ത് വന്നപ്പോൾ അത് വേറെ വേറെ ആയി വരുന്നുണ്ട് കേട്ടോ. ഞാനതാണ് പറഞ്ഞത്.
അപ്പം മഴയൊക്കെ പോയി കുറച്ച് വെയിൽ വന്നപ്പോൾ ഞാൻ വേഗം കസേരയിൽ കുട്ടികളുടെ തുണികളൊക്കെ ആക്കിയിട്ട് ഉണക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാ ഞങ്ങൾ ഇനി പോണത് ചളവറയ്ക്ക് പോവാണ്. കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കണ്ട് ചളവറ വരെ ഒന്ന് പോവാണ് കേട്ടോ. കിച്ചുവൊക്കെ വന്നു. അവൻ വന്നതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോണത്. അല്ലെങ്കിൽ അവൻ വരുന്നതിൻ്റെ മുന്നേ പോയിട്ട് വരാമെന്നുണ്ടെങ്കിൽ അപ്പം മഴയായിരുന്നു. പിന്നെ അപ്പോഴത്തേക്ക് ഞങ്ങൾ വന്നില്ലെങ്കിൽ വെച്ചിട്ടാണ് കേട്ടോ. അവൻ വന്നിട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് കേട്ടോ. കണ്ടില്ലേ, ഈ 2 ജാർ നേരാക്കാൻ കൊടുക്കാനുണ്ട്. പിന്നെ ദാ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ 2 ജാറും കേട് വന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒറ്റൊരു ജാറിലാണ് അരയ്ക്കലും പൊടിക്കലും ഒക്കെ ഒരു ജാറിലാണ്. അപ്പോൾ അത് കാരണം മറ്റേ 2 വേഗം നേരാക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെയാണ് ഏട്ടൻ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത് നേരാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം തന്നെ ആൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ ജാറ് വേഗം നേരാക്കി തന്നു കേട്ടോ ഞങ്ങൾക്ക്. വലിയ ജാറിൻ്റെ എന്തൊക്കെയോ മാറ്റാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നാളെ തന്നാൽ മതി പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കൊടുത്തു കേട്ടോ. ചെറിയ ജാറ് ആളിരുന്ന് നേരാക്കുന്നുണ്ട്, അത് ഇപ്പം തന്നെ തരാമെന്നും പറഞ്ഞു. അപ്പോൾ ഇത് അവർ അച്ഛനും മക്കളും കൂടി പോയിട്ട് വാങ്ങിച്ചൊരു സംഭവമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല കേട്ടോ, കഴിക്കാൻ 2 ഉണ്ടയുണ്ട്. പിന്നെ എന്തോ ഒരു കളിക്കാനുള്ള എന്തോ ഒരു കൊസറ കൊള്ളി സാധനം ഉണ്ട് കേട്ടോ. അതങ്ങനത്തെ ഒരെണ്ണം വെറുതെ വാങ്ങിക്കുകയാണ് അതൊക്കെ. അപ്പോൾ അത് ആളത് അങ്ങനെ നോക്കി ഇതാക്കുന്നുണ്ട്. പക്ഷെ അത് ഇപ്പം തരാൻ പറ്റില്ല, നാളെ തരാമെന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ ചളവറയൊക്കെ പോയി വന്നു. നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്നാൽ വേഗം ഊണൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കിച്ചും തുമ്പിയൊക്കെ അവിടെ ഊണൊക്കെ കഴിച്ചിട്ട് കളിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്, ഇത്ര തന്നെ ഉള്ളൂ. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.